ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെയും ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഹൈറിച്ച് പൂട്ടിച്ചതിനെ കുറിച്ചുള്ള കുറ്റം തേച്ചും ഗവൺമെൻറ് അതോറിറ്റീസിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ ലീഡർമാർ പറയുന്നത് ശരിയാണ്. നിങ്ങൾ പറയുന്നതൊക്കെ, ഇതിനെതിരെ പറയുന്നവരൊക്കെ ശരിയാണ്. ഈ കമ്പനിക്ക് യാതൊരുവിധ വരുമാനം കിട്ടുന്ന പ്രൊജക്റ്റുകളും ഇല്ല. കുറച്ച് ഐഡിയാസ് ഉണ്ടായിരുന്നു, അതൊക്കെ പാളിപ്പോയ ഐഡിയാസുകളായിരുന്നു. അതൊക്കെ ആൾക്കാരെ കണ്ണ് പൊടിയിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഐഡിയാസ് ആണ്. അവർ സമ്മതിക്കുന്നു. അവർക്ക് ഒരുപാട് ആൾക്കാർക്ക് ലാഭം കിട്ടിയിട്ടുണ്ട്. 800 രൂപ കൊടുത്ത് ഐഡിയ അടിച്ചവൻ 8 കോടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേങ്കിൽ ആ ഒരു വരുമാനമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ പറയുന്നത് പോലെ ഒരു പക്ഷേ ഇത് മറ്റുള്ളവരുടെ പണം എടുത്തിട്ട്, ഇന്ന് ചേർന്നവൻ്റെ പൈസ എടുത്തിട്ട് ഇന്നലെ ചേർന്നവന് കൊടുത്തതാണ് എന്നാണ് ഇവർ സമ്മതിക്കുന്നത്. പക്ഷേങ്കിൽ കുറ്റം പ്രതാപനല്ല എന്ന് ഇവർ ഒരു തരത്തിലും കുറ്റം പ്രതാപനാണെന്ന് സമ്മതിച്ച് തരുന്നില്ല. കുറ്റം മുഴുവൻ ഇവിടെയുള്ള പോലീസിനും ഈ കമ്പനിക്ക് ലൈസൻസ് കൊടുത്ത കമ്പനി അതോറിറ്റീസിനും ഈ കമ്പനി പൂട്ടിച്ച ബഡ്സ് അതോറിറ്റിക്കും EDക്കും ഒക്കെയാണ്. അവർ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇവരൊക്കെ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ട് ഇവരൊന്നും ഇത് പൂട്ടിച്ചില്ല? നേരത്തെ എന്തുകൊണ്ട് ഇത് പൂട്ടിച്ചില്ല? നേരത്തെ പൂട്ടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളൊന്നും ഇതിൽ പൈസ ഇടുമായിരുന്നില്ലല്ലോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അവർ ചോദിക്കുന്നത്. ഇത് തന്നെയാണ് നിങ്ങളോട് തിരിച്ചു ചോദിക്കാനുള്ളത്. ഇപ്പോഴെങ്കിലും പൂട്ടിയില്ലെങ്കിൽ എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരെ ഇതിൻ്റെ ഇരയാവുമായിരുന്നു എന്നത്. നിങ്ങൾ അങ്ങനെയും ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കിട്ടും. പ്രതാപൻ തന്നെയാണ് കുറ്റക്കാരൻ. ബൈ.